നമസ്കാരം, ഞാൻ രാകേഷ് അമ്പാട്, നിങ്ങൾ സ്വന്തം ലോ ഓഫ് അട്രാക്ഷൻ കോച്ച്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീഡിയോയിൽ താഴെ ഒരു പെൺകുട്ടി കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു, ഇത് സത്യമാണെങ്കിൽ, ഇത് നടക്കുന്നുണ്ടെങ്കിൽ ലോകത്തെ എല്ലാ പ്രശ്നങ്ങളും തീരില്ലേ എന്നൊരു കുട്ടി കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുട്ടി തിരിച്ച് മറുപടി വെച്ചു, എല്ലാ പ്രശ്നവും തീരും, ഒരു തർക്കമില്ല കാര്യത്തിൽ. ലോ ഓഫ് അട്രാക്ഷൻ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം അല്ലെങ്കിൽ ലോകത്തെ എല്ലാ പ്രശ്നങ്ങളും തീരുന്നുണ്ടാവും. ഞാൻ എൻ്റെ ഫ്രീ വെബിനാറിൽ ലോ ഓഫ് അട്രാക്ഷൻ വെബിനാർ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് പല ആൾക്കാരോടും, നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് എത്ര നാളെ? അപ്പോൾ പല ആൾക്കാർ 5 മാസം, 8 മാസം, 1 കൊല്ലം, 5 കൊല്ലം, 10 കൊല്ലം എന്നൊക്കെ എഴുതുന്നുണ്ട്. അടുത്ത ചോദ്യം, നിങ്ങളിത് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം ഒരു 90% ആൾക്കാരും പ്രോപ്പറല്ല പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ കാണുന്ന ടെക്നിക്സും, ടൂക്കപ്പ് മെത്തേഡോ, അഫർമേഷൻസോ, വിഷ്വലൈസേഷനോ പോലെയുള്ള ചെറിയ ചെറിയ ടെക്നിക്സുകൾ മാത്രം ഉപയോഗിച്ച് നമ്മൾ പ്രതീക്ഷിക്കാൻ വലിയ കാര്യങ്ങൾ. അപ്പോൾ ഇൻറ്റേർണലിയുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്തുന്നില്ല. നമ്മൾ ഉള്ളിൽ കിടക്കുന്ന നമ്മളുടെ ബിലീഫ് സിസ്റ്റംസും നമ്മളുടെ ഫീലിങ്സും നമ്മളുടെ ചിന്തകളും ഇതിലൊക്കെ മാറ്റം വരുത്താതെയാണ് പുറത്ത് മാറ്റങ്ങൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെന്നുണ്ടെങ്കിൽ ആ ആൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ ജീവിതത്തിൽ മാറ്റം വരുന്നത്, ലോകം തന്നെ മാറുന്നുണ്ടാവും. അല്ലെങ്കിൽ അദ്ദേഹം ചെല്ലുന്ന സ്ഥലത്തെല്ലാം അനുകൂലമായിട്ട് കാര്യം കിട്ടുന്നുണ്ടാവും. ഞാനിന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് എന്തൊക്കെ കിട്ടും, എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവുക, ഒരു 5 കാര്യങ്ങൾ സംസാരിക്കുക. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ആളെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക, ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അനുഭവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, എവിടെയോ എന്തോ തിരുത്താൻ റെഡിയാവുക. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ 5 കാര്യങ്ങൾ എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ് അങ്ങോട്ട്, നമ്മുടെ മാനസിക തലം അങ്ങോട്ട് കംപ്ലീറ്റ് മാറുന്ന പറയാം. അതായത് നമ്മളെപ്പോഴും സന്തോഷത്തിലായിരിക്കും. അതായത് ഒരു സംതൃപ്തി, മനസ്സമാധാനം എന്നൊക്കെ പറയില്ലേ, ജീവിതത്തിൽ അൾട്ടിമേറ്റ് വേണ്ട മനസ്സമാധാനം. അപ്പോൾ നമ്മളൊരു മനസ്സമാധാനം പൂർണ്ണമായിട്ട് ജീവിതത്തിലേക്ക് പോകുന്നുണ്ടാവും. നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും. നമുക്ക് ഈ മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ സ്ട്രെസ്സ്, ടെൻഷൻ പോലെ, ഡിപ്രഷൻ പോലെ സാധനം വരെയില്ല. കാരണം നമ്മൾ ആ തലത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നു, നമ്മൾ വിഷ്വലൈസേഷനെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു കൂൾ മൈൻഡിലായിരിക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഈ ഒരു മെൻ്റൽ സ്റ്റേറ്റ് മാറുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ അട്രാക്ഷൻസിൽ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ പോസിറ്റീവ് മാറ്റം വരുന്ന പറയാം. അപ്പോൾ ഒന്നാമത്തെ സാധനം ഇമോഷണൽ സ്റ്റേറ്റ്, ആ നമ്മുടെ മാനസിക തലം പൂർണ്ണമായിട്ടും മാറി നമ്മൾ ഒരു ഹാപ്പിനെസ് മോഡിലേക്ക് നമ്മൾ മാറുന്നുണ്ടാവും. 2, യു വിൽ സ്റ്റോപ്പ് റിലൈ ഓൺ ലക്ക്. അതായത് ഭാഗ്യം അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഭാഗ്യം അന്വേഷിച്ച് നടക്കില്ല. അതായത് നിങ്ങൾ ലോട്ടറി എടുക്കില്ല. നിങ്ങൾ അമ്പലങ്ങളിലോ പള്ളിയിലോ പോയി പ്രദക്ഷിണോ തലകുത്തി പറഞ്ഞ് എന്തെങ്കിലും ദൈവം തന്നിട്ട് വേണം ജീവിക്കാനോ, അല്ലെങ്കിൽ ലോട്ടറി കിട്ടി പൈസ കിട്ടിയിട്ട് വേണം എൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാറ്റാൻ. ആ തലത്തിൽ നിന്ന് മാറി നമ്മൾ തീരുമാനിക്കുകയാണ്, ഞാൻ തന്നെ ചെയ്തു, എനിക്കറിയാലോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ബിക്കോസ് ഞാനും പ്രപഞ്ചവും ദൈവവും ഒന്നാണെന്ന ചിന്തയിലേക്ക് നമ്മൾ വരും. ആ ഒരു അലൈൻമെൻറ്റ് നമുക്ക് മനസ്സിലായി തുടങ്ങുമ്പോൾ നമ്മൾ ഇതിനെ തീരുമാനിക്കും, നമ്മൾ ഭാഗ്യം ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യണേ, ഈ തരത്തിലേക്ക് മാറും. അപ്പോൾ ഭാഗ്യത്തെ റിലേ ചെയ്ത് ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ തന്നെ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന തരത്തിലേക്ക് നമ്മൾ മാറും. ഇതാണ് 2ാമത്തെ കാര്യം. 3ാമത്തത് കോൺഫിഡൻസ് വർദ്ധിക്കും. കോൺഫിഡൻസ് അല്ല, ഭയങ്കര ധൈര്യമായിരിക്കും. അതായത് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ ചിന്തിക്കണം, ഇത് ഞാൻ മാറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു അസുഖം വന്നു, വയ്യായ്ക വന്നു, ഒരു പനി വന്നു, അല്ലെങ്കിൽ വേറെന്ത് രോഗം വന്നു, എന്ത് അസുഖം വന്നോട്ടെ നമുക്ക് മാറ്റാൻ പറ്റും. ഞാൻ 1 കൊല്ലമായിട്ടുള്ളൂ പ്രോപ്പറായിട്ട് കോച്ചിങ്ങിലേക്ക് വന്നിട്ട്. ഈ 1 കൊല്ലം കൊണ്ട് എൻ്റെ ഗ്രൂപ്പിൽ ഷുഗർ വ്യത്യാസപ്പെടുത്തിയ ആൾക്കാരുണ്ട്. മുട്ടുവേദന നിരന്തരമായിട്ട് കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് മുട്ടുവേദന ഉണ്ടാകുന്ന ആൾക്കാർ ഈ സെഷൻസിൽ മുട്ടുവേദന മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അതായത് ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് പേര് മാറ്റം വരുത്തിയിട്ടുണ്ട്. സന്തോഷമില്ലാത്ത ആൾ, എപ്പോഴും മുഖത്ത് ഒരു ദുർമുഖമായിട്ട് നടന്ന ആൾക്കാർ, ആളുടെ വൈഫ് പറയാണ്, ഇപ്പോൾ ചേട്ടൻ്റെ മുഖം ഭയങ്കര മാറി, ഇപ്പോൾ ഒരു സന്തോഷത്തോടെ ഇപ്പോഴും കാണാൻ പറ്റുന്ന അതെങ്കിലും നടക്കുന്നുണ്ടല്ലോ, ഈ രീതിയിലൊക്കെ പറയാൻ തരും. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ എല്ലാത്തിനും നമുക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും, എന്ത് അസുഖം വന്നാലും ഞാൻ നോക്കിക്കോളാം. സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു, ഇപ്പോൾ നമ്മൾ ചിന്തിക്കണം എന്താണ്, ഐ ക്യാൻ അട്രാക്ട് മണി, ഞാൻ ചെയ്യാം, ഞാൻ ശരിയാക്കാം, കാരണം നമുക്കറിയാം കാര്യം എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്കൊരു ധൈര്യം എല്ലാ തരത്തിലും, ആ ധൈര്യം വരുമ്പോൾ തന്നെ നമ്മളുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്ന പറയാം. അപ്പം 3ാമത്തത് കോൺഫിഡൻസ്, ഒരു ധൈര്യം, നമുക്ക് എന്താന്നില്ലാത്ത ധൈര്യം നമ്മളിലേക്ക് വരുന്ന പറയാം. 4ാമത്തെ ഒരു മാഗ്നറ്റിക് ലൈഫായിട്ട് മാറും. അതായത് യു വിൽ ബിക്കം എ മാഗ്നറ്റ്, നമ്മളൊരു കാന്തം പോലെ ആവും. അതായത് നല്ല ബന്ധങ്ങൾ, ഇതുവരെ മോശമായിട്ടിരുന്ന റിലേഷൻഷിപ്പിലൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്ന ആൾക്കാരിൽ നല്ല ബന്ധങ്ങൾ. എൻ്റെ ടീമിൽ 8 കൊല്ലമായിട്ട് വഴക്കിട്ട് നടന്ന ഭാര്യ ഭർത്താവ് ഉണ്ടായിരുന്നു എൻ്റെ ടീമിൽ. ഈ പ്രാക്ടീസ് എല്ലാം ചെയ്തു, ഭർത്താവ് മനസ്സിലാക്കി തിരിച്ച് പെരുമാറി, ഇഷ്ടത്തിൽ സ്നേഹത്തിലേക്ക് മാറി, ബന്ധന പ്രാക്ടീസ് പോലത്തെ പ്രാക്ടീസ് ചെയ്ത് അകന്നുനിന്ന ആൾക്കാർ കൂടിച്ചേരുന്നു, ഉടക്കി നിന്ന ആൾക്കാരിൽ മാറ്റം വരുന്നു. എന്തുമാത്രം അത്ഭുതങ്ങൾ നടക്കുന്ന ജീവിതത്തിൽ. അപ്പോൾ നമ്മളൊരു കാന്തം പോലെ ആവുക. നല്ല ബന്ധങ്ങൾ, അല്ലെങ്കിൽ സമ്പത്ത്, അല്ലെങ്കിൽ നല്ല സൗഹൃദം, ഇതൊക്കെ നമ്മളൊരു കാന്തം പോലെ എല്ലാം നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ യു വിൽ ബിക്കം എ മാഗ്നറ്റ്, നമ്മളൊരു കാന്തം പോലെയായി മാറുന്നുണ്ടാവും ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക്. 5ാമത്തെ എഫേർട്ട്ലെസ് ഈസ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു ഡിവൈൻലി ഫ്ലോ. നമ്മളൊരു ഒഴുക്കിൽ അങ്ങോട്ട് പിന്നെ ജീവിതം പോകാൻ തുടങ്ങും. എവിടെ ചെന്നാലും നമുക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല.
അതായത് നിങ്ങളിപ്പോൾ വണ്ടി കാർ കൊണ്ട് പോകുന്ന സമയത്ത് കാർ പാർക്കിംഗ് കിട്ടിയില്ല, നമ്മൾ ചുറ്റി ഒന്ന് വരുമ്പോഴേക്കും കാർ പാർക്കിംഗ് കറക്റ്റായിട്ട് വരണു. അല്ലെങ്കിൽ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ ഓടാണ്, ട്രെയിൻ വരാറായി, നല്ല ക്യൂ ആണ്, എങ്ങനെ ടിക്കറ്റ് എടുക്കും, ഇത്രയും ക്യൂ എത്തുമ്പോഴേക്കും ട്രെയിൻ വന്ന് പോകും. ആ രീതി വരുന്ന സമയത്ത് ആരൊക്കെയോ നമ്മുടെ അടുത്ത് വന്നിട്ട് എന്തിനാ നിൽക്കണേ, നീ ട്രെയിൻ ടിക്കറ്റ് ഞാനിത് നമ്മുടെ ആളുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഞാൻ എടുത്തരാം. അങ്ങനെയൊക്കെ നമ്മൾ ആ സമയത്ത് ഓരോ നമ്മുടെ ജീവിതത്തിൽ വരുമോ. അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് നടക്കും. ഒരു എഫേർട്ട്ലെസ് ഫ്ലോ എന്ന് തന്നെ അതിന് പറയാം. ജീവിതം സുന്ദരമായിട്ട് ലോട്ടറി അടിച്ച് വലിയ ഭാഗ്യങ്ങളല്ല ഞാൻ സംസാരിക്കുന്നത്, എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ടാവും. അതായത് തടസ്സങ്ങൾ മാറി ഒരു സ്മൂത്തായിട്ട് ലൈഫ് മാറുന്നുണ്ടാവും. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളെന്നുണ്ടെങ്കിൽ ആൾക്ക് ഉറപ്പിച്ചു പറയാം, ഐ ക്യാൻ ഡിസൈൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൻ്റെ ആർക്കിടെക്റ്റ് ഞാൻ തീരുമാനിക്കുക എങ്ങനത്തെ ലൈഫ്. ലോ ഓഫ് അട്രാക്ഷൻ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഏതൊരാളും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോളൂ, അവരുടെ ജീവിതം സന്തോഷപൂർണ്ണമാണ്, സമാധാനപൂർണ്ണമാണ്, സമ്പത്തും സമൃദ്ധി എല്ലാം അവരിലേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് അവർ പോലും അറിയാതെ അവരിലേക്ക് വരുന്നതെല്ലാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ 2009 മുതൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. 2009 ഓൺവേഴ്സ് ഞാൻ എൻ്റെ കരിയറിലും എൻ്റെ റിലേഷൻഷിപ്പിലൊക്കെ ഭയങ്കരമായിട്ട് മാറ്റം വരുത്തിയ ആളാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ആളാണ് ജീവിതത്തിൽ. എൻ്റെ ചെറുപ്പത്തിൽ ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടായ ആളാണ്. എൻ്റെ വീട്ടിലൊക്കെ സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. അതൊക്കെ മാറ്റം വരുത്തി ജീവിതം ഞാൻ വിചാരിച്ച തലത്തേക്ക് എനിക്ക് ജീവിതം ഞാൻ ഇഷ്ടപ്പെടുന്ന ജീവിതത്തിൽ എനിക്ക് മാറ്റം പറ്റിയിട്ടുണ്ട്. അതെല്ലാം ഈ അത്ഭുതകരമായിട്ടുള്ള ഈ ഒരു മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ കൊണ്ടാണ്. അപ്പോൾ ഇതുവരെ പ്രാക്ടീസ് ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നവർ തുടങ്ങുക. പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ശരിയല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് റീചെക്ക് ചെയ്യുക, ഒന്ന് പ്രോഗ്രസ് ചെക്ക് ചെയ്യുക. എന്താണ് മാറാത്ത, എന്താണ് മാറ്റം വരാത്തത് ചെക്ക് ചെയ്യുക. എന്നിട്ട് ശരിയാവുന്നില്ലെങ്കിൽ നല്ലൊരു കോച്ചിനെ കണ്ടുപിടിക്കുക, കോച്ചിൻ്റെ കൂടെ കൂടി കാര്യങ്ങൾ പഠിച്ച് മുന്നേറാം. പ്രാക്ടീസ് നടത്തുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടെ താല്പര്യം ഉണ്ടെങ്കിൽ, കൂടുതൽ കാര്യം പഠിക്കണം ആഗ്രഹം, ട്രെയിനിങ്ങിനെ കുറിച്ചോ ഫ്രീ ആയിട്ടുള്ളതും പെയ്ഡ് ആയിട്ടുള്ള കോഴ്സിനെ കുറിച്ച് അറിയണം, പഠിക്കണം, മാറ്റണം ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാം. കമ്മ്യൂണിറ്റി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ജോയിൻ ചെയ്യുക, അസോസിയേറ്റ് ചെയ്തിരിക്കുക. ജീവിതത്തിൽ ഭയങ്കരമായിട്ട് മാറ്റം സംഭവിക്കട്ടെ. വീണ്ടും കാണാം. ബൈ.